ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ വീടാ. എന്റെ അപ്പൂപ്പന്റെ സമ്പാദ്യം. കണ്ടവരുടെ വീട്ടിൽ വന്ന് കിടന്ന് അവരുടെ എച്ചില് കഴിക്കാൻ നിങ്ങൾക്ക് മകനും നാണമില്ലേ? ഏതെങ്കിലും ഒരു അക്കടിയില് നമുക്ക് 3 പേർക്കും കൂടി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. കഷ്ടകാലം കൊണ്ട് നമുക്ക് അങ്ങനെ പോകേണ്ടി വന്നാൽ അമ്മയുടെ പേരില് പ്രോപ്പർട്ടീസ് വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ശകലം പടിഞ്ഞാറാ. കടലിന്റെ മുകളില് ഒരു 10-20 ഏക്കർ ആകാശം വിൽക്കാനുണ്ട്. എന്താ, നിനക്കത് വേണോ? അപ്പൊ കയ്യിൽ ഒരു ചക്കക്കുരു ഇല്ല അല്ലേ? ദൈവമേ, ഇനി പുറത്തെങ്ങാനും ആയിപ്പോയാൽ കട്ടൻ കാപ്പി കുടിക്കാൻ പോലും ഒരു 10 രൂപ പോലും ഇല്ല. നീ അങ്ങനെ പേടിക്കാതെ. ഞാനേ അത്ര മണ്ടിയൊന്നുമല്ല. അവനെ പറ്റിച്ച് ഞാൻ കുറേയൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട്. ആ, അത് നല്ല കാര്യം. അമ്മേ, അല്ല, ഈ പത്മ ഇവിടെ നടക്കാൻ ഉടനെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. സൂര്യമംഗലത്തുനിന്ന് ഉരുണ്ടുരുണ്ട കിളവി കൂടി ഇനി ഇങ്ങോട്ട് വന്നാ പിന്നെ പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും. ശരിയാടാ. പക്ഷേ ഇപ്പൊ ആ സ്ത്രീ ഇവിടെ ഇല്ല. അവര് തീർത്ഥാടനത്തിന് പോയിരിക്കുവാ. ആ പോക്കില് വല്ല പുഴയില് മുങ്ങുമ്പോ അവരെ വല്ല മുതലേയും വിഴുങ്ങിയാ മതിയായിരുന്നു. എങ്ങനെയാ ദൈവമേ അവളെ ഒന്ന് അടിച്ച് പുറത്താക്കുക? ആ സംയുക്തയും വല്യമ്മാനും തമ്മിലുള്ള കല്യാണം നടന്ന പത്മ നാണം കെട്ട് പൊയ്ക്കോളും. മറ്റൊരുത്തിയെ അമ്മയെന്ന് വിളിക്കേണ്ട ഗതികേട് വരുമ്പോ ഋതികയെ ഇവിടുന്ന് ഓടിക്കോളും. അതെ, ഇനി അതേ ഒരു വഴിയുള്ളൂ. നമുക്കേ ആ വഴി തന്നെ മുന്നോട്ട് പോകാം. അമ്മേ, ഇതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട. ഇവിടെ അംബികയുടെ ഒരു പ്ലാനും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പം അടുത്തു മോളെ. എത്ര കാലമായി ഇവളോടുള്ള അംഗം തുടങ്ങിയിട്ട്. അവർക്കതൊന്നും അവസാനിപ്പിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലല്ലോ. അവരുടെ ക്യാരക്ടർ ഇതായി പോയില്ലേ. വഴക്കും മത്സരവും ഇത്തരം ചീപ്പ് കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നതൊന്നും നമ്മുടെ രീതി അല്ലല്ലോ അമ്മേ. പക്ഷെ ഇങ്ങോട്ട് വന്ന എന്ത് ചെയ്യും? നമുക്ക് നേരിട്ടല്ലേ പറ്റൂ. ഇത്തരം ആളുകളോട് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇതൊരു ചെറുത്തുനിൽപ്പാണെന്ന് കരുതിയാ മതി. അവനവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണ്ടേ? നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അവകാശപ്പെട്ട വീട്ടിലും അതിരിക്കുന്ന മണ്ണിലും അല്ലേ? അവിടെ കയറി വന്ന് അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ച നമ്മൾ സമ്മതിച്ചു കൊടുക്കോ? അംബികയും മകനും വെറും പാരസൈറ്റ്സാ. അതിന്റെ ഒരു കോംപ്ലക്സ് അവർക്കുണ്ട്. അതിൽ നിന്ന് ഈ ശത്രുതയൊക്കെ ഉണ്ടായിരിക്കുന്ന. അക്രമം കാണിക്കുന്നതിനൊക്കെ ഒരന്ത്യം വേണ്ട അമ്മ. പറഞ്ഞു തീർന്നില്ല, വന്നല്ലോ അവര്. മറ്റുള്ളവരുടെ മുറിവാതിൽക്കലേക്ക് വന്ന് എന്തോ ഒരു എത്തിനോട്ടം, അല്ല ഒളിച്ചുനോട്ടം. ഈ ഒളിച്ചുനോട്ടം പണ്ട് മുതലേ നിങ്ങൾക്കുള്ളതാണല്ലോ. അതേടി, അങ്ങനെ ഒളിഞ്ഞു നോക്കിയതുകൊണ്ടാണല്ലോ ചിലരുടെയൊക്കെ തനിനിറ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേ. നീ ആരുടെ എന്ത് തനിനിറോടി കണ്ടുപിടിച്ച? ഭർത്താവിനെ അടിച്ചോടിച്ച് ശാപം പോലെ ഞങ്ങളുടെ കൂടെ കൂടിയപ്പോ അന്ന് നിന്നെ ഇറക്കി വിടാത്തത് ഞാൻ ചെയ്ത തെറ്റ്. ഒരു കൊച്ചുമായി നീ എവിടെ പോയി ജീവിക്കുമെന്ന് ഞാൻ കരുതി. മതിയടി പ്രസംഗിച്ചത്. നിന്നെപ്പോലെ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരല്ല ഞങ്ങളാരും. അതുകൊണ്ടാ ക്ഷമിക്കാൻ ശീലിച്ചത്. ക്ഷമ കാണിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് നീ കാണരുത്. എന്റെ അച്ഛൻ നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിക്കുന്നു. അതാ നിങ്ങളുടെ ആയുധം. ആ ആയുധം കൊണ്ട് ഇവള് പോര് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആ ആയുധം വെച്ചാണ് ഇവള് കള്ളക്കഥയുണ്ടാക്കി എന്നെ പ്രതാപേട്ടനെ തമ്മിൽ അകറ്റിയത്. എന്റെ ആങ്ങളുടെ ഭാര്യയും മകളുമായിട്ട് നീയൊക്കെ ജീവിക്കൂന്ന് കരുതണ്ടടി. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നാ നിങ്ങളെ നിങ്ങളുടെ ആങ്ങളെയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോ.
ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ വീടാ. എന്റെ അപ്പൂപ്പന്റെ സമ്പാദ്യം. കണ്ടവരുടെ വീട്ടിൽ വന്ന് കിടന്ന് അവരുടെ എച്ചില് കഴിക്കാൻ നിങ്ങൾക്ക് മകനും നാണമില്ലേ? എന്റെ അമ്മ കൂടൊന്ന് വന്നോട്ടെ, നിന്നെ ജീവനോടെ കുഴിച്ചു മൂടും. അതിനു മുൻപേ പ്രതാപനെ ഞാനൊരു കടവിലടുപ്പിച്ചിരിക്കും. പ്രതാപനെ കടവിലടുപ്പിക്കാൻ പ്രതാപൻ എന്താ കച്ചവടക്കാരനോ? ഒന്ന് പോടി നിന്ന് ചിലക്കാതെ. നീയേ മകളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പരക്കം പായുന്നതേ ഞാൻ കാണിച്ചു തരാം. പ്രതാപനും സംയുക്തയും തമ്മിലുള്ള കല്യാണം ഈ അംബികാവർമ്മ നടത്തിയിരിക്കും. നിങ്ങള് കല്യാണ ബ്രോക്കറും ആയോ? അമ്മേ, ഇവര് ബ്രോക്കർ ജോലിയും തുടങ്ങിയെന്ന്. ഇനി ഇവൾക്കും മകനും അതൊക്കെ ഇല്ലാതെ മറ്റു മാർഗവും ഇല്ല. ആ തൊഴിൽ അന്തസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ നീ നാറ്റിക്കരുത്. ഉരി നിറങ്ങിപ്പോടി നാശം പിടിച്ചവളെ. അംബികയ്ക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. മോനെ പ്രതാപ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. നീ അത് സീരിയസ് ആയിട്ട് എടുക്കണം. എന്തേശി? ഒത്തിരി ആലോചിച്ചിട്ടാ ഞാൻ ഈ കാര്യം നിന്റെ മുന്നിൽ വന്ന് പറയുന്നേ. ചേച്ചി പറയേ. പത്മയെ പുഷ്പം പോലെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റും. അതോടെ നിന്റെ ജീവിതത്തില് അതൊരു സമാധാനം ആവുകയും ചെയ്യും. അതൊരു അഭിമാന പ്രശ്നമായിട്ടൊന്നും നീ കരുതേ വേണ്ട. ചേച്ചി ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. നീയേ സിസ്റ്റർ പവിത്രയെ വിവാഹം കഴിക്കണം. അമ്പടാ, കൊള്ളാലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സിസ്റ്റർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവരെനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. പിന്നെ പെങ്ങള്, ലോകത്തുള്ള ആണുങ്ങൾക്കെല്ലാം പെണ്ണുങ്ങള് പെങ്ങന്മാരായ കഴിഞ്ഞു. അവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ചേച്ചി. എന്നാലേ അവള് നിന്നെ കാണുന്നത് അങ്ങനെയല്ല. എങ്ങനെ? അവൾക്ക് നിന്നിലൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. എന്നാ അവരെ പറഞ്ഞ് തിരുത്തണമല്ലോ ചേച്ചി. തിരുത്തുവൊന്നും വേണ്ട. നീയേ പവിത്ര അങ്ങ് കല്യാണം കഴിക്ക്.